പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി ശിരസ്സു നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇക്കാലം അത്രയും എന്നെ സ്നേഹിച്ചു വളർത്തി നടത്തിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ ബലം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ അൾത്താര നമ്മളെ ക്ഷണിക്കുന്നത് നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ അന്തസ്സിൽ ഉയർത്തുന്നതിന് വേണ്ടി, നമ്മളെ മാന്യന്മാരാക്കുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഒരു വലിയ സ്വാഗതമാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. എന്താണ് ഇന്നത്തെ എൻ്റെ ജീവിത അവസ്ഥ? ഈ അവസ്ഥയിൽ നീ സന്തോഷവാനാണോ സന്തോഷവതിയാണോ? ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ചില ഭാരങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടാവും. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ നശിച്ചൊരവസ്ഥയിലാണ്, ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. അതേസമയം തന്നെ അനേകർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർ ഇപ്പോഴത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇതൊക്കെ ഇങ്ങനെ പോവുകയുള്ളൂ, ഞാൻ ഇങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളാണ് എന്നിങ്ങനെ പറഞ്ഞ് അസ്വസ്ഥപ്പെടുന്നുണ്ടാവും. എന്നാൽ വിശുദ്ധ അൾത്താര നിന്നെ ഇപ്പോൾ ക്ഷണിക്കുന്നത് നിന്റെ ജീവിത നിലവാരത്തെ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. നിന്നെ മാന്യനാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, നിന്നെ മാന്യയാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതാ ഈശോ നിന്നെ ക്ഷണിക്കുകയാണ്. വചനത്തോട് നിനക്ക് എത്രത്തോളം ബന്ധമുണ്ടോ അത്രത്തോളം നിന്റെ ഉള്ളിൽ കർത്താവ് ഒരു മാന്യതയുടെ കൃപ നൽകും. നീ അത് വിശ്വസിക്കുക. കർത്താവേ, നിന്നോടുള്ള ബന്ധമാണ് എൻ്റെ അനുഗ്രഹം. റോമാക്കാർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം, എന്നാൽ മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. രണ്ട് കരങ്ങളും ശിരസിൽ വയ്ക്കുക, കണ്ണടയ്ക്കുക. ഓരോ വ്യക്തിയും ചിന്തിക്കുക, എന്താണ് എൻ്റെ ജീവിത അവസ്ഥ? ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണ്ടേ? നമ്മുടെ തന്നെ സ്വഭാവ രീതികൾ ചിന്തിക്കുക. ഒരുപക്ഷെ നമ്മുടെ സ്വഭാവത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല, നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മുടെ പ്രവൃത്തികൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വലിയ ഭാരപ്പെട്ടായിരിക്കും. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ വീട് ഇങ്ങനെയാണല്ലോ, എൻ്റെ ചെറുപ്പകാലം മുതൽ ഇങ്ങനെയാണല്ലോ എന്ന് നീ ചിന്തിച്ച് നീ ഭാരപ്പെടണ്ട. നീ ആയിരിക്കുന്ന അവസ്ഥയെ മാറ്റിമറിക്കാൻ ദൈവത്തിന് സാധിക്കും. നിന്റെ ഗതി കർത്താവ് മാറ്റും, നിന്റെ യാത്രയുടെ വഴി കർത്താവ് മാറ്റും. നീ അത് വിശ്വസിക്കുക. ഒരുപക്ഷെ ഇത് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികളിൽ ചിലർ ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഇയാളെ വിവാഹം കഴിച്ചു, ഇനി എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ തീരും, എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് സന്തോഷിക്കാനൊന്നുമില്ല, ഈ അവസ്ഥയിൽ ഞാൻ നശിച്ചൊരവസ്ഥയാണെന്നൊക്കെ ചിന്തിക്കുന്ന അനേക ദമ്പതികളുണ്ട്. ദമ്പതികളെ, ഇതാ വചനം പറയുകയാണ്, നിന്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം അതെന്താണെന്ന് വചനം നിന്നെ പഠിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഗതി കർത്താവ് മാറ്റും. നീ വിശ്വസിക്കുക, നീ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ സമർപ്പിക്കുക. ഒരുപക്ഷെ ചില ജോലി ഭാരം അനുഭവിക്കുന്നവരുണ്ട്. ഈ ജോലിയാണ് എനിക്ക് വിധിക്കപ്പെട്ടത്, ഞാൻ ഈ ജോലിയിൽ ഇങ്ങനെ തീരും, എനിക്കൊരു സന്തോഷമില്ല. നിന്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം അതിൽ നീ കണ്ടെത്തരുത്, മറിച്ച് ദൈവം തരുന്നതാണ് നിന്റെ അടിസ്ഥാന സന്തോഷം. ഒരുപക്ഷെ വേറെ ചിലരിതേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹബന്ധങ്ങളിൽ ചില വിള്ളലുകളുണ്ടായി, അത്രമേൽ സ്നേഹിച്ച് ആരെങ്കിലും ഇട്ടിട്ട് പോയി, കൂടെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്കിപ്പോൾ ആരുമില്ല എന്നൊരു ചിന്ത, ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല എന്നൊരു ചിന്ത. ഇങ്ങനെ പല ചിന്തകൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടാവും. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ മാന്യനാക്കുന്നത്, നിന്നെ വളർത്തുന്നത് നീ എത്രത്തോളം ദൈവത്തോട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് ഒരല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്നത്തെ അവസ്ഥകളെ സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് ഈ അവസ്ഥകളെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നു.
നിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കാൻ ആഗ്രഹിക്കുന്നു. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വഭാവ രീതികളിൽ വിശുദ്ധീകരണം, എൻ്റെ ചിന്തകളിൽ വിശുദ്ധീകരണം കർത്താവെ സംഭവിക്കപ്പെടട്ടെ. എൻ്റെ ജീവിതത്തിൽ അടിമുടി കർത്താവിന് വിശുദ്ധീകരണം സംഭവിക്കപ്പെടണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും രണ്ട് കരങ്ങൾ ഇങ്ങനെ ശിരസിൽ കമഴ്ത്തി വെച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ എഴിയപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, ഞങ്ങളിത് ഏറ്റെടുക്കുന്നു. ഇതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ. എല്ലാവരും ആഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ആരാധന 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 ആരാധന. കൈയടിച്ചേ, വിശ്വസിച്ച് കൈയടിച്ചേ. ഓ കർത്താവെ, സംഭവിക്കട്ടെ. ഈ ആരാധന സമയത്ത് സംഭവിക്കട്ടെ. യെസ്, എല്ലാവരും നന്നായിട്ട് കൈയടിച്ചേ. ശുദ്ധീകരിക്കണമേ എന്നെ, ശുദ്ധീകരിക്കണമേ. ആത്മാവാ ആമേൻ. നീറക്കി ശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടി. യേശുവേ, ആത്മാവാൽ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക. നിന്റെ ജീവിതത്തിൽ ഏത് മേഖലകളിലാണ് ആവശ്യമുള്ളത് ആ മേഖലകളെ കർത്താവ് വെളിപ്പെടുത്തി നൽകും. ആമേൻ. ആത്മാവാം അഗ്നിറക്കി ശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടി. ആത്മാവാൽ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയേ. ഓ കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും കർത്താവേ അഭിഷേകം വെളിപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുത്തൻ അഭിഷേകം നിറയപ്പെടട്ടെ. ഈശോയെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറ്റട്ടെ, കെട്ടുകൾ അഴിക്കട്ടെ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വലത് കരം അൾത്താരയിലേക്ക് നീട്ടി ഇടത് കരം നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച്. വലത് കരം അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുക, ഇടത് കരം നെഞ്ചോട് ചേർത്ത് കണ്ണടയ്ക്കുക. ഈ നീട്ടിപ്പിടിച്ച കരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങളുടെ നിലവാരം താഴ്ത്തുന്നതിന് ശ്രമിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെടാൻ, അല്പം കൂടെ ഉയർന്ന ജീവിത രീതികളിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങളെ തടയുന്ന ചില വ്യക്തികളുണ്ടാവും. ഒരുപക്ഷെ അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും, ഒരുപക്ഷെ നമ്മുടെ സൗഹൃദ വലയങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ ചില പാപകരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നവർ, ചില തിന്മയുടെ വഴിയിലേക്ക് നയിക്കുന്ന മേഖലകൾ. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിനക്കറിയാം ഇത് ശരിയല്ല എന്നറിയാമെങ്കിലും എന്താണെന്നറിഞ്ഞുകൂടെ എപ്പോഴും ആ വ്യക്തികളോട് കൂടെ കൂട്ടുകൂടുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ നിന്റെ ജീവിതത്തിൽ പുറകോട്ട് വലിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ആ വ്യക്തികളെ കർത്താവിന് സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ചില ഓർമ്മകൾ നിന്റെ ഉള്ളിലുണ്ടാവും. ചില ഓർമ്മകൾ കർത്താവ് ഇപ്പോൾ ഈ അൾത്താരയിലേക്ക് ആ ഓർമ്മകളെ സമർപ്പിക്കുകയാണ്. ഇന്നലകളിലുണ്ടായ ചില സംഭവങ്ങൾ ഉണ്ടാവും, അത് സമർപ്പിക്കുക. കയ്യിൽ കർത്താവെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. ഈ സംഭവങ്ങൾ എപ്പോഴും എന്നെ പുറകോട്ട് വലിക്കുന്ന സംഭവങ്ങൾ, എപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് കഴിവില്ല, ഗുണമില്ല, ഞാൻ ഇങ്ങനെയാണ് എന്നിങ്ങനെ തോന്നിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ കിടക്കുന്നുണ്ടാവും. അതൊരു പക്ഷേ വീട്ടിൽ നിന്ന് കിട്ടിയതാവും. ചിലപ്പോൾ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും.
ചിലപ്പോൾ ജീവിത പശ്ചാത്തലത്തിൽ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെ തന്നെയാണല്ലോ, ഞാൻ നശിച്ചൊരാളാണെന്നൊക്കെ ചിന്തിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ തലയ്ക്കകത്ത് കിടപ്പുണ്ടാവും. നമുക്കുണ്ടായ ചില വീഴ്ചകൾ, ചില പരാജയങ്ങൾ, ചില തെറ്റായ തീരുമാനങ്ങൾ, ചില പാപ വഴികൾ. കർത്താവെ, ഇതൊക്കെ സംഭവിച്ചു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു ഈ സംഭവിച്ചതെല്ലാം അങ്ങ് അനുഗ്രഹമാക്കി മാറ്റുന്നു. എന്നെ മാന്യയാക്കാൻ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്നു. ആഗ്രഹത്തോട് ചേർത്ത് വെക്കുന്നു. കർത്താവെ, വിശുദ്ധീകരിക്കണം. കർത്താവെ, അങ്ങയുടെ ശക്തി എൻ്റെ മേൽ നിറയണം. ആ വലതുകരം അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച്, എന്താണ് നിന്റെ ഭാരം, എന്താണ് നിന്റെ സങ്കടം, ആ സങ്കടത്തിൽ കർത്താവ് ഇടപെടുന്നു. വിശ്വസിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഓ കർത്താവ്, ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം നടപെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന ആരാധന. മാനസിക ദുഃഖമുള്ള അനേകരെ കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവ്, നിന്റെ മാനസിക ദുഃഖത്തിൽ കർത്താവ് ഇടപെടുന്നു. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഓർത്തോർത്ത് ദുഃഖിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് കർത്താവ് നിനക്ക് വിടുതൽ നൽകുന്നു. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. ഉറക്കം കിട്ടാതെ, രാത്രിയിൽ ഉറക്കം കിട്ടാതെ വളരെ കഷ്ടപ്പെടുന്ന, ഭാരപ്പെടുന്ന വ്യക്തികളെ കർത്താവ് നല്ല ഉറക്കം നൽകി അനുഗ്രഹിക്കുന്നു. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിനോട് ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനുള്ള കൃപ നൽകി കർത്താവ് ഒരു ഭാര്യയെ അനുഗ്രഹിക്കുന്നു. ഈശോ നിന്നെ അനുഗ്രഹിക്കുന്ന സഹോദരി, അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ മാനസിക ദുഃഖത്തിൽ കർത്താവ് ഇടപെടുന്നു. നിന്റെ മാനസിക ഭാരത്തിൽ കർത്താവ് ഇടപെടുന്നു. അത് നീ വിശ്വസിച്ച് ഏറ്റെടുക്കുക. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, ഓ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. അത്ഭുതകരമായ ശക്തി ഞങ്ങൾ വെളിപ്പെടട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് നയിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നെറ്റിയിലൊരു കുരിശടയാളം വരയ്ക്കുക. അതിനുശേഷം മുട്ടുകുത്തുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ദേ ഈ ആശീർവാദം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു അഭിഷേകമാണെന്ന് സ്വീകരിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പേരുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരുടെ ഉള്ളിൽ, അനേകരുടെ ഉള്ളിൽ കർത്താവ് വലിയ സൗഖ്യം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മാനസിക പീഡകൾ അനുഭവിക്കുന്ന ഒത്തിരി പേർക്ക് കർത്താവ് കൃപ നൽകുന്നു. വലിയ പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് കർത്താവ് ഒരു ആശ്വാസം നൽകുന്നു. കർത്താവ് ചിലർക്ക് ചിരിക്കാൻ പറ്റാത്ത വണ്ണം ചിരിച്ച് സന്തോഷിച്ച് നടന്നിരുന്ന വ്യക്തികളാണ്. ചിരിക്കാൻ പറ്റാത്ത വണ്ണം വലിയ ഭാരം ഉള്ളിലുള്ളവർക്ക് കർത്താവ് ആ ഭാരം മാറ്റി നന്നായി ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ കൃപ നൽകുന്നു. അതൊരു ഗിഫ്റ്റാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നെ ഒരു മാന്യനായി, ഒരു നോബിൾ മൈൻഡഡ് പേഴ്സണായി കർത്താവ് നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, എന്നെ അനുഗ്രഹിക്കുന്നതിന് നന്ദി. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ